welcome back to my YouTube channel Goofy with Kai. ആദ്യമേ ഞാനൊരു ഡിസ്ക്ലൈമർ പറയാം. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും മ്യൂസിക് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടന്റിലേക്ക് പോകാം. എപ്പോഴും ഉള്ളതുപോലെ തന്നെ സ്പെഷ്യൽ കണ്ടന്റുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കണ്ടന്റ് എന്ത് ചെയ്യുമെന്ന് ഞാൻ ഇത്തവണ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ വന്നത്. ജെൻഡർ പ്രൊഡിക്ഷൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇന്ത്യയിൽ എന്ത് ജെൻഡർ പ്രൊഡിക്ഷൻ, ഇന്ത്യയിൽ ഇതൊക്കെ ബാൻഡ് അല്ലേ? നമുക്ക് പുരാതനമായിട്ടുള്ള കുറെ ജെൻഡർ പ്രൊഡിക്ഷൻസ് ഉണ്ട്. യെസ്, പുരാതനമായ കുറച്ച് ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് ബേബിയുടെ ജെൻഡർ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ അറിവിലുള്ള 3-4 ഞാൻ പറയുന്നത്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്കും വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ പറയണേ. നമ്പർ 1, വയറിന്റെ ഷേപ്പ്. വയറിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും വയർ ഇച്ചിരി കൂർന്നിട്ടാണെങ്കിൽ ബോയ് ബേബി എന്നും വയർ ഇച്ചിരി പരന്നിട്ടാണെങ്കിൽ ഗേൾ ബേബി എന്നുമാണ് പറയുന്നത്. എൻ്റെ കാര്യത്തിൽ അത് ഭയങ്കര തെറ്റായിരുന്നു. കാരണം എൻ്റെ വയർ ഇച്ചിരി പരന്നിട്ടായിരുന്നു. പക്ഷെ എനിക്ക് ബോയ് ബേബിയാണ് വന്നത്. അടുത്ത രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് മെയിൻലി സ്കിൻ വെച്ചിട്ട് നമുക്ക് പറയാറുണ്ട്. സ്കിന്നിലെ ആക്നി, അങ്ങനെ കറുത്ത പാട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഗേൾ ആണെന്നും, എന്നാൽ നല്ല സ്കിന്നൊക്കെ ക്ലിയർ ആയി നല്ല സുന്ദരിയായിട്ടുണ്ടെങ്കിൽ അത് നല്ല ബോയ് ആണെന്നും പറയാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരു രസകരമായിട്ടുള്ളൊരു ഐതിഹ്യവും കൂടെ ഉണ്ട്. ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് അമ്മൂമ്മയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, പെൺകുട്ടിയാണെങ്കിൽ അമ്മയുടെ സൗന്ദര്യമൊക്കെ വലിച്ചെടുത്ത് സ്വന്തമായിട്ട് ഒരുങ്ങി സുന്ദരിയായിട്ടാണ് പുറത്ത് വരുന്നത് പോലും. അത് ആ അമ്മയുടെ സൗന്ദര്യം കുറഞ്ഞു പോകുന്നതെന്ന്. ആൺകുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് അത്ര. പിന്നെ ഇതെല്ലാം കുറച്ച് പുരാതനമായ ടെക്നിക്സ് ആണ്. ഇനി ഇതൊന്നും അല്ല, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. 2 ജെൻഡർ പ്രൊഡിക്ഷൻസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണേ. ഒന്നെന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പം ജെൻഡർ പ്രൊഡിക്ഷനും, 2 എന്ന് പറയുന്നത് വാസ്പ് എന്ന് നമ്മൾ പറയുന്നത് ഈ മലയാളത്തിൽ കൊളോക്കിയലി വേട്ടാവളി എന്നൊക്കെ പറയുന്നത്. ശരിക്കല്ലേ? പിന്നെ കൂട് നമ്മുടെ വീട്ടിൽ കാണില്ലേ, ആ കൂടിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ജെൻഡർ പ്രൊഡിക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ എൻ്റെ കാര്യത്തിൽ ഇത് 2 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഉണ്ണിയപ്പത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വരൂ. വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അതിന് മുന്നേ ഞാൻ പറയാം, ഉണ്ണിയപ്പത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ ഉണ്ണിയപ്പത്തിന്റെ സൈഡിൽ ഇങ്ങനെ ബബിൾ പോലെ വരികയാണെങ്കിൽ ബോയ് എന്നും, എന്നാൽ ഉണ്ണിയപ്പം നമ്മളിങ്ങനെ ഒഴിക്കൂലേ, അത് ഒഴിക്കുമ്പോഴത്തേക്ക് നടുക്ക് ഇങ്ങനെ ക്രാക്ക് വരികയാണെങ്കിൽ ഗേൾ ആണെന്നാണ് പറയുന്നത്. ജെൻഡർ പ്രൊഡക്ഷന് വേണ്ടി എന്നെക്കൊണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിപ്പിക്കുകയാണ്. ഇതെനിക്കൊരു 8 month ആയെന്ന് തോന്നുന്നു. എന്നെക്കൊണ്ട് മാവ് ഒഴിപ്പിക്കുകയാണ്. വായിൽ വെള്ളം വെച്ചിട്ട് വേണം മാവ് ഒഴിക്കാൻ എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് അമ്മൂമ്മ ചെയ്യാൻ പറഞ്ഞത്. അതുപോലെ ഞാൻ ചെയ്യുവാണ്. ആസ് യു ക്യാൻ സീ, എൻ്റെ ഉണ്ണിയപ്പത്തിലെല്ലാം ബബിൾസാണ് വന്നത്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു നിനക്ക് പോയി തന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അതിലാദ്യം വിശ്വസിച്ചില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കറക്റ്റായിട്ട് വന്നു. എന്നെക്കൊണ്ട് മാത്രമല്ല, ഏട്ടായിനെ കൊണ്ട് ഒഴിപ്പിച്ചായിരുന്നു. അതിലും ബബിൾസ് തന്നെയാണ് വന്നത്. വാസ്പിന്റെ കൂടിന്റെ ഷേപ്പ് ഇങ്ങനെ റൗണ്ട് ആയിട്ടാണെങ്കിൽ ഗേൾ ആണെന്നും, ഇങ്ങനെ ലെങ്ത് വൈസ് ആയിട്ടുള്ള ഒരു കൂടാണെങ്കിൽ ബോയ് ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ വീഡിയോ ഒന്നും ഇല്ലെങ്കിലും വാസ്പിന്റെ കൂടിന്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ എൻ്റെ അവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു. ഇതുകൂടാതെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജെൻഡർ പ്രൊഡിക്ഷൻ ഉണ്ട്. അവരുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നതാണ് അത്ര. ഈ ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ കൊണ്ടുവരൂലേ, അതിൽ ജിലേബി കൂടുതലാണെങ്കിൽ ഗേൾ ആണെന്നും ലഡു കൂടുതലാണെങ്കിൽ ബോയ് ആണെന്നും പറയാറുണ്ട്. പക്ഷെ എനിക്ക് അതല്ല, എനിക്ക് സ്വീറ്റ്സ് കൊണ്ടുവന്നാലും ലഡുവും ജിലേബിയും ഈക്വൽ ആയിട്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പം എൻ്റെ ഈ ജെൻഡർ പ്രൊഡിക്ഷൻ ടെക്നിക്സ് എല്ലാം നിങ്ങൾക്കും വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ അറിയിക്കണം. ഇത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ജസ്റ്റ് ഒരു ഫണ്ണി വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Bye bye.